ഹലോ, ഗുഡ് മോർണിംഗ്. എന്തൊക്കെയുണ്ട് വിശേഷം? സുഖമല്ലേ എല്ലാവർക്കും? അങ്ങനെ നമ്മൾ വീണ്ടും വടകര റെയിൽവേ സ്റ്റേഷൻ. നമുക്കൊരു കൊച്ചു യാത്രയുണ്ട്. ഇത്തവണ നമ്മൾ മാത്രമല്ല, അച്ഛനും അമ്മയും കൂടിയുണ്ട്. അങ്ങനെ നമ്മളെല്ലാവരും കൂടി ഒരു കുഞ്ഞു യാത്ര. അപ്പോൾ നമ്മൾ ട്രെയിനിന് വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. നന്ന രാവിലെയുള്ള ട്രെയിൻ ആയതുകൊണ്ട് സാത്തി അവിടെ സൈഡായിട്ട് ഇരിക്കുന്നുണ്ട്. മൂപ്പർക്ക് വലിയ ഉഷാറൊന്നും ഇല്ലാത്തത് ആളുടെ ഉറക്കം കഴിഞ്ഞിട്ടില്ലാത്തത് കൊണ്ടാണ്. അല്ലെങ്കിൽ ഇതൊന്നും ആയിരിക്കില്ല അവസ്ഥ. അങ്ങനെ ഏറെ നേരത്തെ കാത്തിരിപ്പിനൊടുവിൽ നമ്മളെ ട്രെയിൻ വന്ന്. നമ്മൾ പോയത് ജനശതാബ്ദി ട്രെയിനിലേനു. ഞാൻ ഫസ്റ്റ് ടൈമാണ് ഈ ട്രെയിനിൽ യാത്ര ചെയ്യുന്നത്. ഭയങ്കര ഇഷ്ടപ്പെട്ടു, നല്ല യാത്രയായിരുന്നേ. അല്ലെങ്കിൽ എനിക്ക് ട്രെയിൻ യാത്ര ഭയങ്കര ഇഷ്ടമാണ്. ഞാനൊരു ട്രെയിൻ ലവറാണ്. അങ്ങനെ സാത്തിക്ക് വിശപ്പ് വന്നപ്പോൾ സാത്തി ഒരു ബ്രെഡ് ഓംപ്ലേറ്റൊക്കെ വാങ്ങി. അവൻ ആ ഓംപ്ലേറ്റ് കഴിച്ചു, ബ്രെഡ് എനിക്ക് തന്നു. പിന്നെ വിശപ്പുള്ളത് കൊണ്ട് ഞാൻ ആ ബ്രെഡ് അങ്ങ് കഴിച്ചു. പിന്നെ രാവിലെ എനിക്ക് കോഫി അല്ലെങ്കിൽ ചായ ഇതിലേതെങ്കിലും ഒന്ന് നിർബന്ധമാണ്. രാവിലെ അതൊരു ശീലമായിരുന്നു. ഇപ്പം അത് കുറച്ച് കുറച്ച് കൊണ്ടുവന്നതാണ്. എന്നാലും അതൊരു ശീലമായിപ്പോയി. അതുകൊണ്ട് ട്രെയിനിലെ കോഫി എനിക്ക് അത്ര സെറ്റാവില്ല. ചായ കുടിക്കാതെ വെച്ചു. അങ്ങനെ ചായയൊക്കെ കുടിച്ചു. നമ്മൾ കുറേ മുന്നേ വരെ എവിടേക്കും പോക്കില്ലേനെ. അതായത് സാത്തിക്ക് തീരെ കംഫർട്ടല്ലേനു യാത്ര ചെയ്യുന്നത്. ഇപ്പം ഭയങ്കര അലമ്പാക്കൂ. അലമ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ട്രെയിന് പറ്റൂല, കാറ് പറ്റൂല, ട്രാവലർ പറ്റൂല, ബസ് പറ്റൂല, ഒന്നും പറ്റൂല. ആകെ അവന് പോകാൻ പറ്റിയ ഇഷ്ടമുള്ളത് നമ്മളെ സ്കൂട്ടി ഉണ്ടല്ലോ, അതിലാണ്. അതല്ലാണ്ട് ബാക്കി എതിൽ കയറിയാൽ ഇവൻ അലമ്പായിരിക്കും. കരഞ്ഞ് ഒന്നും പറയണ്ട. പിന്നെ ആകെ മൊത്തം ഷോക്കായിരിക്കും. അതുകൊണ്ട് തന്നെ ആ യാത്രയോടുള്ള ഒരു ഇഷ്ടം പോയി. അവനെ ഇങ്ങനെ കരയിപ്പിച്ചിട്ട് പോകേണ്ട കാര്യമില്ലല്ലോ എന്ന് വെച്ചിട്ട് പിന്നെ നമ്മളും എവിടെയും പോക്കില്ല. വല്ലപ്പോഴും സിനിമക്ക് പോകാമെന്ന് വിചാരിച്ചാലോ അതും ഇവൻ പ്രശ്നേനു. ഭയങ്കരമായിട്ട് കരയേനു. എന്തോ അറിയില്ല, തിയേറ്ററിൻ്റെ ഉള്ളിൽ കയറി കഴിഞ്ഞാൽ ഭയങ്കര കരച്ചിലാണ്. നമ്മൾ കുറേ കാലത്തിന് ശേഷം പോയത് ലൂസിഫർ ഫിലിം. അത്ര ആഗ്രഹിച്ചിട്ട് എനിക്ക് കാണണം എന്ന് വെച്ചിട്ട് പോയത്. അയ്യോ, ഇവൻ ഭയങ്കര കരഞ്ഞ് അലമ്പാക്കി. നമ്മൾ പിന്നെ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും മാറി നിന്ന് എടുത്ത് സൈഡിലൊക്കെ നിന്നിട്ടാണ് കണ്ട്. അതോടുകൂടി സിനിമേൻ്റെ കൂടെയുള്ള ഇഷ്ടവും പോയി. അതുമാത്രമല്ല, നമ്മൾ ഇവനിങ്ങനെ കരഞ്ഞ് കുട്ടികളെ കൊണ്ടുപോകുമ്പോൾ മറ്റുള്ളവർക്ക് അതൊരു ബുദ്ധിമുട്ടല്ലേ. അതും കൂടി കണക്കിലെടുത്തപ്പോൾ പിന്നെ നമ്മൾ സിനിമക്ക് പോക്കേയില്ല. അപ്പോൾ ഇപ്പോൾ കുറച്ച് സാത്തി വണ്ണം വെച്ചപ്പോൾ അവന് ഓക്കെ ആയി എന്ന് എനിക്കും തോന്നി. അപ്പോൾ ഇങ്ങനെ നമ്മൾ വിചാരിച്ചു എവിടെയും പോകാണ്ട് നിന്ന് കഴിഞ്ഞാൽ പിന്നെ ഇത് ഇങ്ങനെ തന്നെ ആയിപ്പോവും. അങ്ങനെ ഇതൊക്കെ ശീലിപ്പിക്കണമല്ലോ. യാത്ര ചെയ്യാനും അത്ര കംഫേർട്ടബിളായിട്ട് മാത്രം ജീവിച്ചാൽ ശരിയാവില്ലല്ലോ. അങ്ങനെ നമ്മൾ വിചാരിച്ചപ്പോൾ കുഞ്ഞു കുഞ്ഞു യാത്രകളൊക്കെ നമ്മൾ ചെയ്യാൻ തുടങ്ങിയത്. പക്ഷെ ഇപ്പം അവനൊക്കെയാണ്. നമ്മളെക്കാട്ടും ഇൻട്രസ്റ്റ് അവനാണ്. നമ്മളെവിടെയെങ്കിലും പോകാമെന്ന് പറയുമ്പോഴത്തേക്ക് പെട്ടിയും കിടക്കുകയും പാക്കാക്കുന്ന ഇപ്പം അവനാണ്. അത്രയ്ക്കും ഇഷ്ടമുള്ള കാര്യമാണ് ഇപ്പോൾ ഇവന് യാത്ര എന്ന് പറയുന്നത്. പ്രത്യേകിച്ച് ട്രെയിനിൽ പോകുന്നത്. ട്രെയിനിൽ പോകാൻ ആൾക്ക് ഭയങ്കര താല്പര്യമാണ്. അങ്ങനെ നമ്മൾ പറഞ്ഞ് എവിടെ എത്തി? തിരുവനന്തപുരത്തെത്തി. അപ്പം നമ്മൾ ഇതിന് മുന്നേ തിരുവനന്തപുരത്തേക്ക് വന്നിട്ടുണ്ടേനും. എറണാകുളത്തൊരാവശ്യം വന്നപ്പോൾ നമ്മൾ തിരുവനന്തപുരത്തേക്കും പിന്നെ നമ്മൾ ആ യാത്ര ഒന്ന് എക്സ്റ്റെൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് തട്ടുക്കുട്ട് ബ്രേക്ക്ഫാസ്റ്റ് ആയതുകൊണ്ട് തന്നെ വിശാലമായിട്ട് ഊണ് കഴിക്കാമെന്ന് വെച്ചിട്ടാണ് പോയത്. പക്ഷേ ഇവിടുത്തെ കറികളൊന്നും കൊള്ളൂലേനും, ഒരു ടേസ്റ്റും ഇല്ല. പിന്നെ വിശപ്പ് കൊണ്ട് അതൊക്കെ കഴിച്ച് ഒന്ന് കറങ്ങാമെന്ന് വിചാരിച്ച് അങ്ങനെ ഇറങ്ങിയാന്നേ. നഗരം ചുറ്റി കാണാമല്ലേ, തലസ്ഥാന നഗരി ഒന്ന് കറങ്ങി നടക്കാമെന്ന് വിചാരിച്ചിട്ട് ഇറങ്ങിയാന്ന്. പിന്നെ മുന്നേ പോയതാണെങ്കിലും അച്ഛനും അമ്മക്കും ഇത് ഫസ്റ്റ് ടൈമാണ് തിരുവനന്തപുരത്തേക്ക് വരുന്നത്. അതിൻ്റെ ഒരു എക്സൈറ്റ്മെൻറ്റ് അവർക്കുണ്ടായിരുന്നു. അത് കാണുമ്പോൾ നമുക്കൊരു സന്തോഷം. അങ്ങനെ നമ്മളിപ്പോൾ ഫസ്റ്റ് വന്നിരിക്കുന്നത് തിരുവനന്തപുരത്തിലെ സൂയിലേക്കാണ്. നമ്മൾ മുന്നേയും ഇവിടെ വന്നെയാണ്. പിന്നെ സാത്തിക്ക് പിന്നെ സൂ ഇല്ലാത്തൊരു ലോകം ഇല്ലല്ലോ. അതുകൊണ്ട് അവനെയും കൂടി കൂട്ടിയിട്ട് ഒരു സെക്കൻഡ് വിസിറ്റ്. സൂവിലെ വിശേഷങ്ങളൊക്കെ നമുക്ക് അടുത്ത വീഡിയോയിൽ പറയാം. അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരെ ബൈ ബൈ.